ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അമ്മയോട് ചോദിക്കാൻ ഒരു തെറ്റ് ചെയ്തു. എന്ത് തെറ്റ്? രാജുവും ഋതികയും തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞാൻ വേണുവേട്ടന് വാക്കുകൊടുത്തു. അപ്പൊ ഓക്കെ, നമുക്കിതങ്ങ് ഉറപ്പിക്കാം. നീ വയ്ക്കോ. ശരി സാർ. വേണുട്ടാ, ഞാനിത് ആഗ്രഹിച്ചിരുന്ന എനിക്കും സന്തോഷമായി. എനിക്കും വളരെ സന്തോഷമായി സാറേ. ഒരു പേടിയേ എനിക്കുള്ളൂ, ഞങ്ങൾ ദരിദ്രരാ. എന്താ വേണുട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ? രാജുവും വേണുട്ടനൊക്കെ എനിക്കാരാ? വേണുവട്ടം പണ്ട് മുതൽക്ക് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന ആളാ, അത് മറക്കരുത്. അയ്യോ സോറി സാർ. ഈ സാറ് വിളി ഇനിയെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ വേണുട്ടാ? അയ്യോ അത് മാത്രം പറയരുത്. രാജു ആദരിക്കുന്ന ഒരു മന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് പ്രതാപവർമ്മ സാറ്. ശരി വേണുട്ടാ, അപ്പോ എല്ലാം നമ്മൾ തീരുമാനിച്ച പോലെ. ഞാൻ കോള് കിട്ടിയ ഞാൻ അപ്പോഴേ ചെറിയമ്മയോട് പറഞ്ഞല്ലേ, അത് തന്നെ കാര്യം. അതെ അതെ. എല്ലാരും ഉണ്ടല്ലോ. ചേച്ചി. എന്താ പ്രതാപ? എല്ലാരോടായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ആ യാമിനി, അമ്മയും കൂടെ ഒന്ന് വിളിക്കാവോ? വിളിക്കേട്ടാ. എന്താ പ്രതാപ കാര്യം? അമ്മയും കൂടെ ഇങ്ങോട്ട് വന്നോട്ടെ ചേച്ചി. ആ ഋതുമോൾ അങ്ങോട്ട് പോകുന്നു. നീയും കൂടെ കേൾക്കാനുള്ള കാര്യമാ ഞാനിവിടെ പറയാൻ പോകുന്നത്. അച്ഛൻ എന്നെ ഋതുമോൾ എന്ന് വിളിച്ചു. പറയൂ പ്രതാപ, എന്തിനാ വിളിപ്പിച്ച്? അമ്മേ, ഋതുമോളുടെ വിവാഹ കാര്യത്തെ കുറിച്ച് പറയാനാ ഞാൻ വിളിച്ചത്. വിവാഹം എന്ന് പറഞ്ഞ എവിടെ നിന്ന് വന്ന പ്രപ്പോസലാ? വേറെ ആലോചനകളൊന്നും അല്ല. വേണുവേട്ട ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. രാജുവിന്റെ അച്ഛൻ. രാജു ഋതികയും തമ്മിൽ ഇഷ്ടത്തിലാണ്. അവര് തമ്മിലുള്ള കല്യാണം നടത്തിയാലൊന്ന് ഒരു ആഗ്രഹം എന്നോട് പ്രകടിപ്പിച്ചു. ഇഷ്ടത്തിലാണെന്ന് ആര് പറഞ്ഞു? ഇഷ്ടമാണെന്ന് രാജുവിന്റെ അച്ഛനോട് പറഞ്ഞു കാണും. അതായിരിക്കുമല്ലോ വേണുട്ടൻ പ്രതാപേട്ടനെ വിളിച്ചത്. എന്തായാലും ഋതികയ്ക്ക് രാജുവിന് ഇഷ്ടമാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. രാജുവിന് ഇഷ്ടമാണ്. അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് തുറന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ അമ്മയോട് ചോദിക്കാൻ ഒരു തെറ്റ് ചെയ്തു. എന്ത് തെറ്റ്? രാജുവും ഋതികയും തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞാൻ വേണുവേട്ടന് വാക്കുകൊടുത്തു. പ്രതാപം ചെയ്തത് തെറ്റല്ല, അതൊരു വലിയ ശരിയാ. നമ്മുടെ തറവാടിന്റെ പാരമ്പര്യത്തിനും കുലമഹിമയ്ക്കും ഒക്കെ യോജിച്ചൊരു കല്യാണമാണോ ഇത്? അന്തിക്കഞ്ഞിക്ക് പോലും വകയില്ലാത്ത
വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഡ്രൈവറുടെ മകൻ. ഈ തറവാടിന്റെ കാര്യം വിട്ടേക്ക്. സൂര്യമംഗലം തറവാടിന് യോജിച്ച ആലോചനയാണോ ഇത്? സൂര്യമംഗലം തറവാടിനിട്ട് തള്ളണ്ട. അതങ്ങ് വിട്ടേക്ക്. അത് എന്റെ തറവാടാ. ഞങ്ങളാരും അങ്ങനെ മനുഷ്യനെ വേർതിരിച്ച് കാണാറുമില്ല. പിന്നെ വേണുവിന്റെ ജോലി ഡ്രൈവിംഗ് ആയിരിക്കാം. അതുകൊണ്ടെന്താ? രാജുവിനെ പോലെ വേണു ഞങ്ങളുടെ തറവാട്ടിൽ ഒരു അംഗമായിരുന്നു. ഒരു കുലമഹിമ. 2 ഏത്തക്കൊല വെട്ടി ചുമലിലേക്ക് വെച്ചാ മതി, കുലമഹിമയാകും. ഹ. എന്തായാലും രാജു നമുക്ക് അന്യനൊന്നുമല്ല, സ്വന്തം തന്നെയാണ്. രാജുവും ഋതുമോളും തമ്മിലുള്ള കല്യാണം നമുക്ക് അതിഗംഭീരമായിട്ട് നടത്തണം. ചേച്ചി, രാജുവിനോട് എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക്. ശരാ ഏട്ടാ, ഇന്നു മുതൽ നിന്റെ ചുമതല ഇതായിരിക്കണം, മോളുടെ വിവാഹം. സംശയം എന്താ ഏട്ടാ? ചേട്ടൻ ധൈര്യമായിട്ടിരിക്കേ, നമുക്കിത് ഗംഭീരമാക്കാം. മോളെ, ആ അമ്മമ്മേ. അമ്മമ്മ അമ്മമ്മയുടെ വാക്കു പാലിച്ചില്ലേ? ഇപ്പൊ സന്തോഷായോ? അപ്പോ ഇതിന്റെയൊക്കെ പിന്നില് അമ്മമ്മയായിരുന്നല്ലേ? മോളു വാ. യാമിനി വാ, മോള് വാ. നമുക്കിനി കാര്യങ്ങളൊക്കെ ഉഷാറാക്കണം. ശരി. ഇത് ഞാൻ നടത്തിത്തരാം. ഹലോ. ഹലോ അങ്കിൾ, ഞാനാ ഋതിക. ആ, ഹൃദയ മാഡം. ആ മാഡം വിളിയൊന്ന് ഒഴിവാക്കങ്ങളെ, എനിക്ക് നാണം വരുന്നു. തൽക്കാലം അങ്ങനെ തന്നെ നിൽക്കട്ടെ മാഡം. വൈകാതെ വാത്സല്യത്തോടെ ഞാൻ മോളേന്ന് തന്നെ വിളിച്ചോളാം. അതിനുള്ളൊരു താങ്ക്സ് പറയാനാ ഞാൻ ഇപ്പൊ വിളിച്ചത്. മനസ്സിലായില്ലല്ലോ. എന്റെ കല്യാണം ഉറപ്പിച്ചു. ഓ, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ആരാണെന്ന് അറിയോ? ഞാനെങ്ങനെ അറിയാനാ? എന്നാ അറിഞ്ഞു? മിസ്റ്റർ രാജു വേണുഗോപാൽ. നോവിനാലേ